നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു സബ്ജക്റ്റുകളെ സിംഗുലർ സബ്ജക്ട് ഏതാണ്, പ്ലൂറൽ സബ്ജക്ട് ഏതാന്നൊക്കെ പഠിച്ചു അല്ലെ. ഇതില് ഒന്നും കൂടി പറയാം. ഹി, ഷീ, ഇറ്റ്, മാക്സും ഐയും സിംഗുലർ ആണ് അല്ലെ. സിംഗുലർ സബ്ജക്റ്റുകളാണ്. യു, വി, ദേ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഇതില് ഐ എക്സെപ്ഷണൽ ആണ്. അത് ഇപ്പൊ ഹി, ഷീ, ഇറ്റ്, മാക്സ് ഇതിന്റെ കൂടെ നമ്മൾ ഏതൊക്കെ ഹെൽപ്പിംഗ് വേർബ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഹി, ഷീ, ഇറ്റ്, മാക്സ് നമുക്കറിയാം അത് എന്താണ്, സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പൊ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലർ ആയിട്ടുള്ള ഹെൽപ്പിംഗ് വേർബ്സ് യൂസ് ചെയ്യണം. അപ്പൊ ഈ ഹാസ്, ഹാവില് സിംഗുലർ ഏതാണ്, ഹാസ് ആണ് അല്ലെ. അപ്പൊ ഹി, ഷീ, ഇറ്റ്, മാക്സിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി യു, വി, ദേ ഇതിന്റെ കൂടെ നമ്മൾ എന്താണ്, ഹാവ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹി, ഷീ, ഇറ്റ്, മാക്സിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യും. ഹാവ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഹി, ഷീ, ഇറ്റ്, മാക്സിന്റെ കൂടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. യു, വി, ദേന്റെ കൂടെ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല. യു, വി, ദേന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യണം. ഇവിടെ എക്സെപ്ഷണൽ ആയിട്ട് ഇരിക്കുന്നത് ഐ ആണ്. ഐ നമുക്കറിയാം, ഐ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ നോർമലി നമ്മൾ പഠിച്ചേക്കുന്നത് പോലെ എന്താണ്, ഹി, ഷീ, ഇറ്റ്, മാക്സ് സിംഗുലർ ആണ്, അതിൻ്റെ കൂടെ ഹാസ് ആണ് യൂസ് ചെയ്യുക എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഐന്റെ കൂടെ നമ്മൾക്ക് ഹാസ് യൂസ് ചെയ്യണം. ബട്ട് നമ്മൾ ഐന്റെ കൂടെ ഹാസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഐന്റെ കൂടെ നമ്മൾ ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ എക്സെപ്ഷണൽ ആണ് അല്ലെ, സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് ഹാവ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ ഹാസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല, ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്, ഹാസ് യൂസ് ചെയ്യേണ്ടത് ഹി, ഷീ, ഇറ്റ്, മാക്സിന്റെ കൂടെ. ഹാവ് യൂസ് ചെയ്യേണ്ടത് ഐ, യു, വി, ദേന്റെ കൂടെ. ഇത്രയും ക്ലിയർ ആയി. ഇനി ഡൂൺ ഡസ് ആണ്. ഈ ഡൂ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എന്താണ്, ഡു പ്ലൂറൽ വേർബ് ആണ് അല്ലെ, ഹെൽപ്പിംഗ് വേർബ് ആണ്. ഡു പ്ലൂറൽ ഹെൽപ്പിംഗ് വേർബ് ആണ്. അപ്പൊ ഇത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പ്ലൂറൽ സബ്ജക്ട് ഏതൊക്കെയാണ്, യു, വി, ദേ. ഇപ്പൊ യു, വി, ദേന്റെ കൂടെ നമ്മൾ ഡു യൂസ് ചെയ്യാം. ഡസ് എന്താണ്, ഡസ് സിംഗുലർ വേർബ് ആണ് അല്ലെ, ഹെൽപ്പിംഗ് വേർബ് ആണ്. അപ്പൊ ഡസ് എന്തിന്റെ കൂടെ, ഏത് സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്, ഈ, ഷീ, ഇറ്റ്, മാക്സിന്റെ കൂടെ. ഓക്കെ, ഈ, ഷീ, ഇറ്റ്, മാക്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഡസ് യൂസ് ചെയ്യേണ്ടത്. ഹി ഡസ്, ഷീ ഡസ്, മാക്സ് ഡസ്, ഇറ്റ് ഡസ്, അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഐ ഇവിടെ എന്താണ്, ഐ സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന് അറിയാം. അപ്പൊ നോർമലി നമ്മൾ എന്ത് ചെയ്യും, ഐന്റെ കൂടെ ഡസ് യൂസ് ചെയ്യും, അത് തെറ്റാണ്. ഐ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് ഏതാണ്, ഡു ആണ്. ഐന്റെ കൂടെ ഒരിക്കലും ഡസ് യൂസ് ചെയ്യാൻ പാടില്ല, ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. So don't forget this. This is the basic thing in English. If you learn this properly, definitely you can crack the English communication in a better way. Thank you.